പ്രണയവും പ്രണയപ്പകയും പ്രണയചതിയും ദുരഭിമാന കൊലപാതകങ്ങളുമൊക്കെ നാട്ടിൽ പലതും പലയിടങ്ങളിലും സംഭവിക്കുന്നുണ്ട്. അതൊക്കെ നമ്മെ ഇങ്ങനെ നിരന്തരം ചിന്തിപ്പിക്കുകയും ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്ന് വീണ്ടും വീണ്ടും ചിന്തിപ്പിച്ചുകൊണ്ടേയിരിക്കുകയും ചെയ്യുന്നു. തിരുവനന്തപുരത്ത് കഴിഞ്ഞ ദിവസം ഒരു കൊലപാതകം അരങ്ങേറി. അത് അയൽക്കാർ തമ്മിലുള്ള വഴക്കോ വക്കാടമോ അതിർത്തി തർക്കമോ ഒന്നുമല്ല, ഒരു പ്രണയപ്പകയുടെ കഥയാണ്. പ്രണയമെന്ന് പറഞ്ഞാൽ റാഷിദ് എന്ന ചെറുപ്പക്കാരന് താഹ എന്ന ഒരു വന്യവയോധികന്റെ മകളുമായി പ്രണയമുണ്ടായിരുന്നു. അയാളുടെ മകളെ മറ്റൊരു ചെറുപ്പക്കാരന് കല്യാണം കഴിപ്പിച്ചു കൊടുത്തു. അവർ സുഖമായി ജീവിക്കുകയും ചെയ്യുന്നു. എന്നാൽ റാഷിദ് പലതവണ താഹയെ അയാളുടെ മകളെ തനിക്ക് വിവാഹം കഴിപ്പിച്ച് തന്നില്ല എന്ന് പറഞ്ഞ് മർദ്ദിക്കും, അല്ലെങ്കിൽ ചീത്ത പറയും. ഇതൊക്കെ പതിവായിരുന്നു. മുമ്പും ഒരു തവണ ആക്രമിച്ചിട്ടുണ്ട്. എന്നാൽ കഴിഞ്ഞ ദിവസം ആക്രമണം കുറച്ച് കടുത്തുപോയി. ഇവർ 28-ാം തീയതി ഹജ്ജിന് പോകാൻ തീരുമാനിച്ചിരുന്നു. താഹയും താഹയുടെ ഭാര്യയും ഈ വരുന്ന 28-ന് ഹജ്ജ് തീർത്ഥാടനം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു. ഇത് റാഷിദ് അറിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഹജ്ജിന് പോകുന്നത് കാണിച്ചു തരാമടാ നിന്നെ എന്ന തരത്തിലെ വെല്ലുവിളിയായിരുന്നു കഴിഞ്ഞ ദിവസം. അങ്ങനെ റാഷിദ് കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് 2:30 തോന്നയ്ക്കൽ താമസിക്കുന്ന ഈ താഹയുടെ വീട്ടിലെത്തി. അവിടെ എത്തിയിട്ട് താഹയുടെ ഭാര്യയെ അസഭ്യം പറഞ്ഞു. ഈ സമയം താഹ ഹാളിൽ ഇരിക്കുകയായിരുന്നു. 65 വയസ്സുള്ള വ്യക്തിയാണ് താഹ. അദ്ദേഹം വന്യവയോധികനാണ്. ഇറങ്ങി അടിയൊടിക്ക് ആക്രമണത്തിലൊന്നും പോകുന്ന വ്യക്തിയല്ല. ഹജ്ജിനൊക്കെ പോകാൻ തയ്യാറെടുക്കുന്ന വ്യക്തിയാണല്ലോ. അപ്പോൾ വഴക്കിനൊന്നും പോയില്ല. എന്നിട്ട് ഇവൻ ബഹളമുണ്ടാക്കുന്നത് കേട്ടിട്ട് മുകൾ നിലയിലേക്ക് കയറി പോവുകയായിരുന്നു. അപ്പോൾ ഇവൻ എന്ത് ചെയ്തു? പുറകെ പോയി നടുവിനും വയറ്റിനും ചെറവറ കുത്തി എന്ന് പറയുന്നത്. കുത്തി കുടൽമാല പുറത്തെടുത്തു. ആലോചിച്ച് നോക്ക്, എന്ത് ക്രൂരമായാണ്. കുത്തിയതിൻ്റെ കാരണമാണ് പ്രധാനം. അയാളുടെ മകളെ, വിവാഹിതയായ മകളെ ഇയാൾക്ക് കെട്ടിച്ചു കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ടാണ്. ഒന്ന്, ഇവൻ പ്രണയിച്ചിരുന്നോ പ്രണയിച്ചിട്ടില്ലയോ എന്നൊന്നും അറിയില്ല. ഇവൻ വിവാഹ ആലോചന നടത്തിയിട്ടുണ്ടാകണം. നാട്ടുകാർ പറയുന്നത് അങ്ങനെയാണ്. റാഷിദ് അയാളുടെ മകളെ കെട്ടിച്ചു തരണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ റാഷിദിന്റെ സ്വഭാവം വെച്ചിട്ടോ ജീവിത നിലവാരം വെച്ചിട്ടോ തൻ്റെ മകളെ അവന് കെട്ടിച്ചു കൊടുക്കാൻ ഇവർ തയ്യാറായിരുന്നില്ല. താഹ അയാളുടെ മകളെ മറ്റൊരു ചെറുപ്പക്കാരന് കല്യാണം കഴിച്ചു കൊടുത്തു. അവർ നന്നായി ജീവിക്കുകയും ചെയ്യുന്നു. ഇതിൻ്റെ പേരിൽ താഹ നിരന്തരം ഇവൻ്റെ പീഡനം സഹിക്കുകയാണ്, ചീത്തവിളി സഹിക്കുകയാണ്. പലതവണ ഉപദേശിച്ചിട്ടുണ്ടാകണം നാട്ടുകാർ. പലപ്പോഴും പറയുന്നുണ്ട് ഇവൻ പലപ്പോഴും വന്ന് ചീത്ത വിളിക്കുന്നതൊക്കെ കേട്ടിട്ടുണ്ടെന്ന്. ഒരു തവണ അടിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും മംഗലാപുരം പോലീസ് പറയുന്നത് കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് 2:30 വന്നു, ചീത്ത വിളിച്ചു. റാഷിദ് ചീത്ത വിളിക്കുന്നത് കേട്ട് താഹ മുകൾ നിലയിലേക്ക് രക്ഷപ്പെടാൻ ശ്രമിച്ചു. അപ്പോൾ വീണ്ടും റാഷിദ് പുറകെ പോയി ഇയാളെ ആക്രമിക്കുകയായിരുന്നു. മാരകമായി പരിക്കേറ്റു. കുടൽമാല പുറത്തു വന്നു. നാട്ടുകാരൊക്കെ താങ്ങിയെടുത്ത് ആശുപത്രിയിൽ കൊണ്ടുപോയെങ്കിലും മരണം സംഭവിച്ചു. റാഷിദ് എന്നിട്ട് രക്ഷപ്പെടാൻ ശ്രമിച്ചു. ബൈക്കിൽ കയറി രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ നാട്ടുകാർ തന്നെ പിടികൂടി പോലീസിന് കൈമാറുകയായിരുന്നു ഈ പ്രതിയെ. ആലോചിച്ച് നോക്കുക, നമ്മുടെ നാട്ടിൽ നടക്കുന്ന സംഭവ പരമ്പരകൾ. കല്യാണം കഴിപ്പിച്ച് വിട്ടു. മുമ്പ് നമുക്കറിയാം പല പല സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. പ്രണയ നൈരാശ്യം കൊണ്ട് അല്ലെങ്കിൽ പ്രണയ പക മൂത്തിട്ട് പോലീസുകാരിയെ ചുട്ടുകൊന്ന സംഭവമുണ്ട്. എന്നിട്ട് അയാളും സ്വയം മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ച് ആത്മഹത്യ ചെയ്ത സംഭവമുണ്ട്. വീട്ടിൽ കയറി പെൺകുട്ടി ആസിഡ് ഒഴിച്ച് ഉപദ്രവിച്ച സംഭവമുണ്ട്. കോളേജ് ക്യാമ്പസിൽ പോയി ആസിഡ് ഒഴിച്ച സംഭവമുണ്ട്. എന്നിട്ട് ഇവരൊക്കെ ആത്മഹത്യ ചെയ്യുകയും കൊലപാതകം ചെയ്യുകയും ഒക്കെ ചെയ്ത സംഭവങ്ങൾ ധാരാളമുണ്ട്. ഇതെന്താണ്? ഒരു പെൺകുട്ടിയെ കല്യാണം കഴിപ്പിച്ച് വിട്ടു, എന്നിട്ട് ആ രക്ഷിതാക്കളെ പോയി കൊല്ലുന്നത് എന്തിനാണ്? ഇത് ആദ്യത്തെ സംഭവമാണെന്നാണ് എൻ്റെ ഒരു ധാരണ വെച്ചിട്ട്. അച്ഛനെ കൊല്ലുന്നത് ആദ്യമാണ്. മകളെ വിവാഹം കഴിപ്പിച്ചു വിട്ടതിന് അച്ഛനെ കടന്നാക്രമിക്കുകയും അച്ഛനെ കുത്തിക്കൊല്ലുകയും ചെയ്യുന്നത് ആദ്യത്തെ സംഭവമാണ് എന്നാണ് എൻ്റെ ഒരു ധാരണ, എൻ്റെ ഒരു ഓർമ്മ. ഏതായാലും ക്രൂരമായി പോയി താഹയുടെ മരണം. റാഷിദിന് തക്കതായ ശിക്ഷ നിയമവ്യവസ്ഥ നൽകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.